നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2022 വേൾഡ് കപ്പിൽ കിരീടം അർജൻറ്റീന അർഹിച്ചിരുന്നു. പലതരത്തിൽ പലരും പല വാദങ്ങളും മുഴക്കുമെങ്കിലും ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയെ വിറപ്പിച്ച സാക്ഷാൽ കിലിയൻ എംബാപ്പെ പറയുന്നു ആ വിജയം അവർ അർഹിച്ചതാണ്. മറ്റൊരു വേൾഡ് കപ്പിൻ്റെ തൊട്ടരികെ നിൽക്കുമ്പോൾ കിലിയൻ എംബാപ്പെ പറഞ്ഞ വാക്കുകൾ TNT സ്പോർട്സ് അർജൻറ്റീന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എംബാപ്പെ പറയുന്നത് എങ്ങനെയാണ്? ഫൈനൽ മത്സരമുണ്ടല്ലോ, ഇറ്റ് വാസ് എ ക്രേസി മാച്ച്. ഇൻ ദി എൻഡ് അർജൻറ്റീന അർഹിച്ച വിജയമാണ് നേടിയത്. കാരണം അവരാണ് ഞങ്ങളെക്കാൾ നന്നായി കളിച്ചത്. ഞങ്ങൾക്ക് ശരിയാണ് അവരെക്കാൾ നന്നായി പ്രകടനം നടത്താൻ പറ്റിയ ചില മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹോൾ മാച്ച് നമ്മളെടുത്താൽ, പൂർണ്ണമായ മത്സരം നമ്മളെടുത്താൽ അർജൻറ്റീന കിരീടം അർഹിച്ചതാണ്. അർജൻറ്റീന വളരെ വലിയ ടീമാണ്, വളരെ സ്ട്രോങ് ആണ്. ഞങ്ങളും എല്ലായ്പ്പോഴും അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയുള്ള മത്സരങ്ങൾ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങളാണ് എന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഫൈനലിൽ അടി തിരിച്ചടി എന്ന രൂപത്തിൽ രണ്ട് ടീമും നിൽക്കുകയായിരുന്നല്ലോ. കിലിയൻ എംബാപ്പയുടെ മിന്നും ഹാട്രിക് ആരും മറക്കില്ല. എംബാപ്പെ മനം കവർന്നു എന്ന് പറയുന്നത് കളിയാക്കി പറയാൻ കുറേ ആളുകളുണ്ടാവും. പക്ഷേ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഹാട്രിക് അടിച്ച എത്ര പേരുണ്ടോ, അതാണ് കിലിയൻ എംബാപ്പെ. പിന്നെ ഇവരൊക്കെ പറയുന്ന ഈ കിരീടം നേരത്തെ നേടിയിട്ടുള്ള ആളുമാണ് ഈ എംബാപ്പെ. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും മനം കവർന്നിട്ടുമുണ്ട്, ഗോൾ വല കുലുക്കിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് അടുത്ത് നിൽക്കുമ്പോൾ, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീന പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് കിരീടം ചൂടിയത്. ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം എന്ന എംബാപ്പെ പറയുന്നു. പോയ വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പ് ആ കിരീടം അർജൻറ്റീന അർഹിച്ചതാണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.